നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് കോൺഗ്രസ് വക്താവായ ഷമാ മുഹമ്മദ് നടത്തിയിട്ടുള്ള ക്രിക്കറ്റിനെ കുറിച്ചുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ കളിക്കാരെക്കുറിച്ച് നടത്തിയിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ടോപ്പിക്ക്, അല്ലെങ്കിൽ ഇതിന് എങ്ങനെയെങ്കിലും പൊളിറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയ ടോപ്പിക്കുകളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്തൊക്കെ ഇരുന്നാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സയൻസിനെക്കുറിച്ച്, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളെക്കുറിച്ച്, കമ്പ്യൂട്ടർ സയൻസിനെക്കുറിച്ച്, ഇല്ലെങ്കിൽ ഏതെങ്കിലും കഥകൾ, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതനാകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഷമാ മുഹമ്മദ് ക്രിക്കറ്റിനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അതായത് കളിക്കാരെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ഒന്ന് രോഹിത് ശർമ്മയെ പറ്റി, രണ്ട് ഷമിയെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ക്രിക്കറ്റിനെ കുറിച്ച് ആരെങ്കിലും ഒരു കമൻറ്റ് പറയുക എന്ന് പറയുന്നത്, അതും പബ്ലിക് സ്പേസിലൊക്കെ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ, അതിൽ ഒരു വസ്തുനിഷ്ഠമായ കാര്യങ്ങളില്ലാതെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദൂരവ്യാപകമായിരിക്കും. അതാണ് ഇപ്പോൾ ഷമാ മുഹമ്മദ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള നമ്മൾ രണ്ട് വ്യക്തികളെ കണ്ട് അവരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിലൊരു വ്യക്തിക്കെങ്കിലും ക്രിക്കറ്റിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന അത്ര നോളജുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ഇത്രത്തോളം നോളജുള്ള ആളുകളുടെ അടുത്ത് വന്നിട്ട് നമുക്ക് നല്ല ബാക്കപ്പ് ഇല്ലാതെ, നമുക്കുള്ള നല്ല അനലൈസ് ചെയ്യാതെ ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതായത് ഒരു 3-4 കളി കാണുക, ആ കളി കണ്ടിട്ട് ഏതെങ്കിലും ഒരു പ്ലെയറെക്കുറിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൂരവ്യാപകമായ പ്രശ്നങ്ങളുണ്ടാക്കും. അതും ഇന്ത്യയിലുള്ള ആൾക്കാരുടെ യഥാർത്ഥത്തിലുള്ള മതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അത്രത്തോളം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആൾക്കാർ, അതേപോലെ ക്രിക്കറ്റിലുള്ള സ്റ്റാർസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ടാണ് ഷമാ മുഹമ്മദ് വലിയൊരു അബദ്ധം കാണിച്ചത്. ഇപ്പോൾ ഷമിയെ പോലെ, അല്ലെങ്കിൽ രോഹിത് ശർമ്മയെ പോലെ അത്രയ്ക്കും ടാലൻറ്റഡ് ആയിട്ടുള്ള, റെക്കോർഡുകളുടെ ബാക്കപ്പുള്ള, എത്രയോ കപ്പുകളുടെ ബാക്കപ്പുള്ള ഒരു പ്ലെയറെ കുറിച്ചൊക്കെ വന്നിട്ട് ചളിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അപ്പോൾ അവർക്ക് ആളുകളിൽ നിന്ന്, മീഡിയകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള തെറിവിളി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഈ പേഴ്സണലായിട്ടൊരു അഭിപ്രായം പറയട്ടെ. എനിക്ക് ഷമാ മുഹമ്മദിനെ വളരെ ഇഷ്ടമാണ്. അവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലുമൊക്കെ മീഡിയകളിൽ വന്ന് ചർച്ച ചെയ്യാറുണ്ട്. ഇതിൽ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ പലപ്പോഴും അവർ നടത്തുന്ന കമൻറ്റുകൾ കേട്ട് കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് തന്നെ കുറച്ചിലുണ്ടാക്കുന്ന തരത്തിലാണ്. കഴിയുന്നതും മലയാളത്തിൽ ഇങ്ങനത്തെ കമൻറ്റുകൾ പറയാതിരിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, നമുക്കിനി ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് ആരെങ്കിലും കമൻറ്റ് പറയുകയാണെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് കപിലൻ മഡൽ ക്രിക്കറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളൊക്കെ കുഞ്ഞു കുട്ടികളായിരുന്നപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ബാറ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. റബ്ബർ പന്ത് നമുക്ക് 2-3 രൂപയ്ക്ക് വാങ്ങാം. അപ്പം ബാറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കവിളൻ മടലെടുത്ത് ചെത്തിമിനുക്കിയിട്ട് ക്രിക്കറ്റ് ബാറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് കളിക്കുമായിരുന്നു. അങ്ങനെ കവിളൻ മടൽ ക്രിക്കറ്റെങ്കിലും കളിച്ചിട്ടുള്ള ഒരാൾക്ക് ഈ കളിയുടെ പുറകിലുള്ള ബുദ്ധിമുട്ട്, അതിലുള്ള ത്രില്ല്, ആ കളി ഈ ടാലൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെ നമുക്ക് ബോൾ സ്പോട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ റിഫ്ലെക്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ആധികാരികമായിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത, അറ്റ്ലീസ്റ്റ് കുറേ കളികളെങ്കിലും കണ്ടിട്ടുള്ളവർ, അല്ലെങ്കിൽ കുറേ
ക്രിക്കറ്റിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ളവർ ഒക്കെ വന്നിട്ട് ആധികാരികമായിട്ട് ഒരു കളിക്കാരനോട് നിർത്തിപ്പോടോ അല്ലെങ്കിൽ സമയമായി എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഷമ മുഹമ്മദിന് കൗളം മടൽ ക്രിക്കറ്റ് പോലും അറിയില്ല എന്നുള്ളത് അവർക്ക് അഭിപ്രായം പറയാമെങ്കിലും ആധികാരികമായിട്ടൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ അത് ഒരു അലോരസപ്പെടുത്തുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ക്രിക്കറ്റ് ഫാനുകളെല്ലാം വളരെ മോശമായിട്ട് അതിനെ പ്രതികരിക്കും. അപ്പോൾ എന്തായാലും വളരെ പ്രീമച്യൂറായിട്ടുള്ള ഒരു കമൻ്റാണ് ഇവിടെ ഷമ മുഹമ്മദ് നടത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഷമ മുഹമ്മദ് നടത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷേമിങ്ങാണ്. രോഹിത് ശർമ്മയ്ക്ക് ഭയങ്കര തടിയനാണ്, അതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കരുത് എന്നാണ്. അപ്പോൾ ഷമ മുഹമ്മദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തടിയന്മാർ കളിക്കാൻ പറ്റിയ ഒരു കളിയാണ് ക്രിക്കറ്റ്. ഇതിൽ വേണ്ടത് ടാലൻ്റാണ്. രോഹിത് ശർമ്മയ്ക്ക് ആ ടാലൻറ്റ് വളരെ അധികമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്, അദ്ദേഹം വാങ്ങിയിട്ടുള്ള കപ്പുകൾ, അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള ടൂർണമെൻറ്റുകൾ എല്ലാം തന്നെ അതിന് ഉദാഹരണമാണ്. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യോയോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷന് ഒരു പാരാമീറ്ററായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാസ്സാകാത്തത് കൊണ്ട് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ചില പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് രോഹിത് ശർമ്മ. അപ്പോൾ അതിനുള്ള കായികക്ഷമതയുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഷമ മുഹമ്മദ് ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് സെലക്ടേഴ്സ് ഉണ്ട്, വേറെ എക്സ്പേർട്സ് ഉണ്ട്, കോച്ചുണ്ട്, അതേപോലെ പലതരത്തിലുള്ള ടെക്നിക്കൽ പീപ്പിൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരുടെ കാര്യക്ഷമതയും ഇവരുടെ ശരീരഘടനയും ഇവരുടെ വെയിറ്റും ഇവരുടെ സ്പീഡും എല്ലാം കണക്ക് കൂട്ടിയിട്ട് മാത്രമാണ് ഇവരെ ടീമിലേക്ക് എടുക്കുന്നത്. അത്ര നല്ല നമുക്ക് തന്നെ, അതായത് നല്ലൊരു പ്രൊഫഷണൽ ടീം നമ്മുടെ ഇന്ത്യൻ ടീമിന് ഉണ്ട് എന്ന് നമുക്ക് ഈ സെലക്ഷൻ പ്രൊസീജിയറിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയെ പറ്റി തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ 3 ICC ഇപ്പോൾ അടുപ്പിച്ച് വന്ന 3 ICC ടൂർണമെൻറ്റിലെ ഫൈനലിസ്റ്റുകളാണ്. അതിൽ 50-50 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ മാത്രമാണ് നമ്മൾ തോറ്റിട്ടുള്ളത്. ബാക്കിയുള്ള ICC ചാമ്പ്യൻഷിപ്പിലെ എല്ലാ കളികളിലും ജയിച്ചിട്ടുള്ളതാണ്. അതിലെല്ലാം തന്നെ രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വ്യക്തമായിട്ട് തന്നെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഒരു ബോഡി ഷേമിങ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ഒരുപാട് കളിക്കാരുണ്ടായിരുന്നു അല്ലേ, തടിയൊക്കെയുള്ള ഇൻസമോൾ ഹക്ക് പാകിസ്ഥാൻ കളിക്കാരനായിരുന്നു. അദ്ദേഹം വളരെ ടാലൻറ്റഡാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അമേസിങ് പ്ലെയറാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ്. അതുപോലെ അർജുന രണതുംഗ ശ്രീലങ്കയ്ക്ക് വേണ്ടി കപ്പ് നേടിക്കൊടുക്കുമ്പോൾ ക്യാപ്റ്റനായിരുന്ന അർജുന രണതുംഗയാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ഷേപ്പ് ക്ഷമ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അതുപോലെ മറ്റ് പല കളിക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ രോഹിത് ശർമ്മയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തടി മാത്രമേ ഉള്ളൂ എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും ക്യാപ്റ്റൻസിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ടീമിനെ 3 ICC ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ എത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതിൽ 2 കപ്പ് നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് 3 ട്രിപ്പിൾ സെഞ്ചുറി ഉള്ള വ്യക്തിയാണ്. വേറെ ആർക്കും തന്നെ 2 ട്രിപ്പിൾ സെഞ്ചുറി പോലും ഇല്ല ഏകദിനത്തിൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തെ ഹിറ്റ്മാൻ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ 6 അടിക്കാൻ കപ്പാസിറ്റിയുള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സച്ചിൻ തെണ്ടുൽക്കറെ പറ്റിയൊക്കെ പറയുന്ന പോലെ അതേപോലെ തന്നെ ടാലൻ്റുള്ള വ്യക്തിയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ. നമുക്ക് അത്രത്തോളം തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ടാലൻ്റുള്ള പ്ലേയേഴ്സാണ്. ഇത് മനസ്സിലാക്കാതെ ചുമ്മാ ഓരോ 3-4 കളി കണ്ട് അതിൽ രോഹിത് ശർമ്മ സ്കോർ ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് പുറത്തു പോകാൻ പറയുകയാണെങ്കിൽ അത് മൂഢത്തരമാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേയേഴ്സിനും ഏത് സ്പോർട്സ് ആയിക്കോട്ടെ എന്നും ഒരുപോലെ പെർഫോം ചെയ്യാൻ പറ്റില്ല. ചില ദിവസങ്ങളിൽ അവരൊരു ഫെയിലിയർ ആകാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ച് അവർക്ക് ടാലൻ്റ് ഇല്ല എന്ന് അതിലർത്ഥമില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ ഷമിയെക്കുറിച്ചും ചില കമൻറ്റുകൾ നടത്തുന്നുണ്ടായി.
ICC ടൂർണമെൻറ്റിൽ ഇന്ത്യൻ ബൗളേഴ്സിൻ്റെ ഒരു റെക്കോർഡ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷമി. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് അതിനെയെല്ലാം തരണം ചെയ്ത് എന്താ പറയുക, അത്രയും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പോലും വന്ന് ഇന്ത്യൻ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബൗളറാണ് ഷമി. അദ്ദേഹത്തെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വളവളാന്ന് കമൻ്റ് അടിക്കുന്നത് വളരെ മോശമായി പോയി. ഷമ മുഹമ്മദ്, നിങ്ങൾ എപ്പോഴെങ്കിലും ക്രിക്കറ്റിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചില പഴയ കളികളുടെ ഹൈലൈറ്റ്സ് എങ്കിലും എടുത്ത് കാണുക. അല്ലെങ്കിൽ കുറച്ച് ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലെയറെ പറ്റി അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും, അവരുടെ റെക്കോർഡ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ചെറിയ അനാലിസിസ് എങ്കിലും നടത്തിയിട്ട് ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ നടത്തുക. ഇല്ലെങ്കിൽ ആളുകൾ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത മീഡിയയിലൊക്കെ നിങ്ങളെ വലിച്ചു കീറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു ബേസിക് അനാലിസിസ് നടത്തിയിട്ട് മാത്രം ഇങ്ങനെയുള്ള കമൻറ്റുകൾ ചെയ്യാവുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.